ഹലോ, നമസ്കാരം. ഈ ഒരു വീഡിയോ നമ്മുടെ ഹണി മ്യൂസിയത്തിലെ ഉള്ളിലെ കാഴ്ചകളാണ്. ഇത് നമ്മുടെ ഹണി മ്യൂസിയത്തിൻ്റെ നാലാമത്തെ വീഡിയോസാണ്. നാലാമത്തെ വീഡിയോസിൽ ഹണി മ്യൂസിയം കാഴ്ചകൾ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. മറ്റ് 3 വീഡിയോസും തുടർച്ചയായ ക്ലാസ്സുകൾ മാത്രമായിരുന്നു. ഒരു വീഡിയോസിൽ മുഴുവൻ ഉൾക്കൊള്ളിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് 1, 2, 3 അങ്ങനെ 3 വീഡിയോസായിട്ട് തിരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിലുള്ള പ്രൊഡക്റ്റുകളാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ളവർക്ക് ഇവിടെ സന്ദർശിക്കുകയും പ്രൊഡക്റ്റ് വാങ്ങിക്കുകയും ചെയ്യാം. ഒരുപാട് ഭംഗിയുണ്ട് ഈ പ്രൊഡക്റ്റൊക്കെ കാണാൻ. പ്രൊഡക്റ്റ് പഴയ കാലത്തെ ഒരുപാട് സാധനങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അത് ഒരു ഭംഗിയായിരുന്നു കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാണല്ലോ. ഒരുപാട് സാധനങ്ങളുണ്ട് ഇവിടെ. തേനുൽപ്പന്നങ്ങളും ഫേസ് വാഷും ഫേസ് ക്രീമും ഹെയർ ഓയിലും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതിൻ്റെ ഇടയിൽ തന്നെയാണ് നമുക്ക് മരം കൊണ്ടുള്ള നല്ല വുഡിൽ നിർമ്മിച്ച ഒരുപാട് കരകൗശല വസ്തുക്കളും അതുപോലെ പാത്രങ്ങളും അങ്ങനെ ഒരുപാട് സാധനങ്ങളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് കേട്ടോ. ഇവിടെ സന്ദർശിക്കുന്നവർക്ക് ഇത് കാണാൻ മാത്രമല്ല നമുക്ക് വാങ്ങിക്കാനും പറ്റും. ഇത് പുട്ടുംകുറ്റിയാണ് കേട്ടോ. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പഴയ കാലത്തും അതേപോലെ തന്നെ വുഡ് കൊണ്ടുണ്ടാക്കിയതും ആയതുകൊണ്ട് നല്ല ഭംഗിയാണ് പ്രത്യേകമായിട്ടും കാണാൻ. ട്രേ കണ്ടോ, വുഡിൻ്റെ ട്രേ ആണ്. പക്ഷെ അത്യാവശ്യം റേറ്റും കാണാനുണ്ട്. ഇതിൽ ചെറിയ സ്പൂണ് 20 രൂപയുടെ സ്പൂൺ വരെയുണ്ട് കേട്ടോ. അങ്ങനെ കൂടുതൽ വിലയുടെ സാധനങ്ങളും ഇവിടെയുണ്ട്. ഒരുപാട് നല്ല നല്ല സാധനങ്ങൾ കേട്ടോ. കാണാൻ തന്നെ ഒരു പ്രത്യേക ആകർഷണമുള്ളതായിരുന്നു. അത് ഞാൻ ഓരോന്നും ഇങ്ങനെ എടുത്ത് നോക്കി വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ മക്കളായാലും എല്ലാവരും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചെറിയ കുട്ടികൾക്ക് വരെ ഈ ഒരു കാഴ്ചകളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എൻ്റെ റാണിമോളടക്കം ഇതൊക്കെ ഓരോന്നും എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. കാരണം ചെറിയ ഐറ്റംസ്, വുഡിൻ്റെ പാത്രങ്ങൾ, പെട്ടികൾ, ഈ പെട്ടിയൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. കാരണം ഒരുപാട് മുമ്പ് കണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ ചില്ലറയും കാശൊക്കെ സ്വരൂപിച്ച് വെക്കണ ചെറിയ കുറ്റികൾ, പലതരം കൊട്ടകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു ഇവിടെ. നമുക്ക് കാണാം. വാങ്ങിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് കാണുമെങ്കിലും ചെയ്യാമല്ലോ. ഒരുപാട് ആൾ ഇവിടുന്ന് സാധനം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല നല്ല ഓരോ ഐറ്റംസ് സാധനങ്ങൾ കണ്ടോ. മണി ബാങ്ക് ഒക്കെ നല്ല മരത്തിൽ നിർമ്മിച്ചതാണ്. പല ഐറ്റംസിലും ഉണ്ട് കേട്ടോ മണി ബാങ്ക്. അവിടെ നമ്മൾ പറയും പൈസ കുറ്റി എന്ന് പറയും. പല ഭാഗത്തേക്കും പല പേരാണ് കേട്ടോ. ഇതാ ഗ്യാസും കുറ്റി മോഡലിലൊക്കെ ഉണ്ട്. ഇവിടെ പൈസ കുറ്റി ഒക്കെ ചാവിട്ട് കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. മരത്തിൽ കൊത്തിയ ഒരുപാട് ആന, അതുപോലെ തന്നെ മറ്റു രൂപങ്ങൾ, പാത്രങ്ങൾ, ഇതൊക്കെ നമ്മളിങ്ങനെ വീഡിയോസിൽ മൊത്തം ഉൾപ്പെടുത്താൻ പറ്റില്ല. കാരണം വീഡിയോയിൽ കാണുന്ന അതും ഫോണിലെടുക്കുന്ന വീഡിയോ അല്ലേ. ഒരുപാട് വയനാടൻ വിഭവങ്ങളും ഉണ്ട് ഇവിടെ. വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിലുണ്ടാക്കിയാൽ ആർക്കും അത്ര കണ്ടുപിടിക്കില്ല കേട്ടോ. പക്ഷെ വയനാട് ചെന്ന് കണ്ടാലും അവിടുന്ന് രുചിക്കുമ്പോൾ വല്ലാത്തൊരു ടേസ്റ്റായി തോന്നും. ആ ഒരു തണുപ്പും ഇതൊക്കെ ആയിട്ട് അത് കഴിക്കുമ്പോൾ. നമ്മുടെ നാട്ടിലും ഇതെല്ലാം എല്ലാ സംരംഭകരും ഒരുവിധം സംരംഭകരൊക്കെ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. വാങ്ങിച്ചവർ വീണ്ടും വാങ്ങിക്കും. പക്ഷേ വാങ്ങിക്കാതിരിക്കുന്നവർ അതിൻ്റെ രുചി അറിയാത്തതുകൊണ്ട് ഇതുപോലെയൊക്കെ വയനാട് ചെന്നാൽ മാത്രമേ കിട്ടൂന്ന് കരുതുന്നവരാണ് കേട്ടോ. പക്ഷേ ഇതൊക്കെ നമ്മുടെ നാട്ടിലും ഓരോ സംരംഭകരും ഉണ്ടാക്കാറുണ്ട്. നമ്മുടെ നാട്ടിലും കിട്ടുന്ന സാധനങ്ങളാണ്.
പക്ഷെ അവിടെ ചെല്ലുമ്പോൾ നമ്മളിങ്ങനെ അത്ഭുതത്തോടെ നോക്കിക്കാണുകയാണ് ഓരോരോ സാധനങ്ങളും. ഹെയർ ഓയിൽ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. ഇതൊക്കെ ഇങ്ങനെ അടുക്കി വെച്ച ആ ഒരു രീതി കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. തേനീച്ച അറകളോട് സാമ്യമായിട്ട് തന്നെ ഇതിങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയിൽ കണ്ടോ, ഒരു പ്രത്യേക ഭംഗിയില്ലേ കാണാൻ. അതുപോലെ ഒരുപാട് ഐറ്റം സോപ്പുകളുണ്ട്, പല ഐറ്റം സോപ്പുകളുണ്ട് കേട്ടോ. തേനിൽ നിർമ്മിച്ചതും അതുപോലെ അല്ലാത്തതുമായ 100% നാച്ചുറലായ സോപ്പുകൾ തന്നെയാണ്. ഇവിടെ എത്തിയപ്പോഴാണ് കേട്ടോ റാണിമോൾ ഈ കാഴ്ച കാണുന്നത്. ഇവിടെ മാനുണ്ട്, പുള്ളിമാൻ. ഇതൊക്കെ ജീവനുള്ളതാണെന്നാണ് റാണിമോളുടെ വിചാരം. അവളതിനെങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, ഉമ്മ വയ്ക്കുന്നുണ്ട്, ചുറ്റും നടന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് എന്തൊക്കെയോ പറയുന്നുണ്ട് അവളുടെ ഭാഷയിൽ. അവരോട് ഓരോന്ന് പറയുന്നുണ്ട് അവൾ. ഇതുപോലെ തന്നെയാണ് ഓരോ കുട്ടികളും. ഇതുപോലുള്ള കാഴ്ചകളൊക്കെ എല്ലാ കുട്ടികൾക്കും ഇഷ്ടമാവും. ഇതൊക്കെയാണ് നമ്മൾ മക്കളെയും കൊണ്ടുവരുമ്പോൾ ഉള്ളൊരു സന്തോഷം കേട്ടോ. കാരണം ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ പ്രത്യേക ഒരു സന്തോഷമായിരിക്കും. നമ്മുടെ ഹരിയേട്ടൻ്റെ മോളാണ് കേട്ടോ, നമ്മുടെ ഹരിയേട്ടൻ്റെ മാലാഖക്കുട്ടി. പട്ടാമ്പിയിൽ നിന്നാണ് അവരെത്തിയിട്ടുള്ളത്. കൊണ്ടോട്ടി എത്തി നമ്മൾ ഒരുമിച്ച് യാത്ര പോയതാണ് വയനാട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപാട് ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ് ഇവിടെ. ഫൗസിയയും മോനും ഊഞ്ഞാലാടുകയാണ്. എന്തായാലും പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവരോടും നന്ദി, നമസ്കാരം. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും